കാലിക്കറ്റ് റെസിപ്പിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ് റോസ്റ്റാണ്. നെയ് റോസ്റ്റ് ചുടാൻ ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നെയ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഗ്ലാസ് അരി ഞാൻ വെള്ളമൊഴിച്ച് 6 മണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 3 ഗ്ലാസ് അരിക്ക് 3/4 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്നിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. പിന്നെ വേണ്ടത് കൂടെ മൊത്തം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ ചെയ്യാം. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കിയെടുക്കാം. ഒത്തിരി വെള്ളമായി പോവുകയും ചെയ്യരുത്, എന്നാൽ നല്ല തിക്കായിട്ടും ഇരിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇഡ്ഡലിയും ചുട്ടെടുക്കാം. അതുകൊണ്ടാണ് അധികം വെള്ളമാക്കാതെ കുഴയ്ക്കുന്നത്, അല്ലെങ്കിലും ഇത് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ്, ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് അരച്ച് വെക്കുന്നത്, രാവിലെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പകല അരച്ച് വെക്കുന്നെങ്കിൽ 12 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലങ്ങൾ, അടുപ്പ് കത്തിക്കുന്നവർക്ക് അടുപ്പിൻ്റെ സൈഡിൽ വെച്ചാലും നല്ലതാണ്. തണുത്ത അന്തരീക്ഷത്തിലാകുമ്പം അങ്ങനെ ചെയ്താലും മതി. ഇപ്പം പിന്നെ ചൂടായതുകൊണ്ട് സാധാരണഗതിയിൽ തന്നെ ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ് റോസ്റ്റ് ചുട്ടെടുക്കാം. നെയ് റോസ്റ്റ് ചുടാൻ വേണ്ടി ഞാനിവിടെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാകാൻ വേണ്ടിയിട്ട്. ചൂടായി വരുമ്പോൾ നമുക്കിത് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂടാകുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ വല്ല എണ്ണമയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഇത് തുടച്ച് കളയണം. തുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കോരി ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നെയ് റോസ്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടാൻ താമസമാണ്. അപ്പോൾ തുടച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ദോശമാവ് കോരി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഒഴിച്ചതിന് ശേഷം പരത്തിയെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നെയ്യോ ഓയിലിന് പകരം നമുക്ക് നല്ലെണ്ണ ചേർത്താലും നല്ലതാട്ടോ. നല്ലെണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ അതുമല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ വെയിറ്റ് ചെയ്യാം.
പിന്നെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മടക്കിയെടുക്കാൻ പോവാണ്. ഒന്ന് തിരിച്ചൂടെ ഇട്ട് മടക്കിയെടുക്കുകയാണ്. റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ സാമ്പാറും ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നെയ് റോസ്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ ഒരു അടിപൊളി വിഭവമായി എത്തും വരേക്കും ബായ്. താങ്ക് യു.